ഹായ്, എല്ലാവർക്കും മാത്ത് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ മെയിൻ പരീക്ഷയൊക്കെ ആയി, ആ പരീക്ഷ ചൂടിലൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു നോക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ, ആദ്യത്തെ പാർട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിൽ ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 3, 7, 11 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരുന്ന കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കാണുന്നത്? കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഇങ്ങനെയല്ലേ. അപ്പോൾ എന്താണ്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. അപ്പോൾ 7 മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാനുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4 സൈഡുള്ള ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. ഇതിൻ്റെ 4 വെർട്ടെക്സിൽ കൂടെയും എന്ത് കടന്നു പോയിരിക്കുന്നു? ഒരു സർക്കിള് കടന്നു പോയിരിക്കുന്നു, ഒരു വൃത്തം കടന്നു പോയിരിക്കുന്നു. എങ്കിൽ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾ എ പ്ലസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? എയും സിയും ഓപ്പോസിറ്റാണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ആംഗിൾ സി എന്തായിരിക്കും? 180 മൈനസ് ആംഗിൾ എ എന്ന് വെച്ചാൽ എന്താണ്? 180 മൈനസ് ആംഗിൾ എ എത്രയാണ്? 110 നമുക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടും, 70 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിൾ 70 ഡിഗ്രി എന്ന് കിട്ടും. അതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഫിഗർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 110. ഫൈൻഡ് ദ മെഷർ ഓഫ് എ. എ മെഷർ കാണുക. എന്താണ് എ മെഷർ? നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്തത് എന്താണ്? പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു ബോക്സിനകത്ത് 7 വൈറ്റ് ബോളുണ്ട്, 3 ബ്ലാക്ക് ബോളും ഉണ്ട്. ഇഫ് എ ബോൾ ടേക്കൺ ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് 7 വൈറ്റ് ബോളുണ്ട്, 3 ബ്ലാക്ക് ബോളുണ്ട്. ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് എന്താകാനുള്ളത്? അത് ബ്ലാക്ക് ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രോബബിലിറ്റി ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ബോക്സിനകത്ത് ടോട്ടൽ എത്രയുണ്ട് അത് ഡിനോമിനേറ്ററിൽ എഴുതുക. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണോ അത് മുകളിൽ എഴുതുക. അപ്പോൾ എന്താണ്? 3/10. നമ്മുടെ പ്രോബബിലിറ്റി 3/10 ആണ്. അടുത്തെന്താണ്? കോർഡിനേറ്റ്സ്. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2 കോർഡിനേറ്റ് തന്നിട്ട് എന്താണ്? ഡിസ്റ്റൻസ് കാണുവാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 0, 0 ആൻഡ് 4, 0. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? ഡിസ്റ്റൻസ് ഫോർമുല d ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ x2 എന്ന് പറയുന്നത് x1 y1, x2 y2 x2 എത്രയാണ്? 4 ആണ്. x1 0 ആണ്. 4 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് y2 0 ആണ്, y1 0 ആണ്. 0 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ്? 4ൽ നിന്ന് 0 കുറച്ചാൽ അത് 4 തന്നെയാണ്. 4ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു √16 ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നെ കിട്ടും. ഇവിടെ നിന്ന് തന്നെ എഴുതാം. ഈ റൂട്ടും 2ഉം ക്യാൻസലായി 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ ചിന്തിക്കുക, x1 0 ആണ്, y1 0 ആണ്, y2 0 ആണ്. 3 0 ആയി കഴിഞ്ഞാൽ നാലാമത്തതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട്
കിട്ടുക. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? ഫ്രം ദ സർക്കിൾ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റേഴ്സ് എ സെക്ടർ of central angle 90 is cut out and made into a cone. What is the base radius of this cone? അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഒരു സെക്ടർ വെട്ടിയെടുക്കുന്നു. ആ സെക്ടർ ഉൾപ്പെടുന്ന സർക്കിളിൻ്റെ റേഡിയസ് 12 ആണ്. അതായത് നമ്മുടെ സ്ലാൻഡഡ് ഹൈറ്റ് അതാണ് 12 ആണ്. ഇത് 90 ഡിഗ്രിയാണ്. വേറെ ഇതിന് നമുക്ക് പേര് കൊടുക്കാം AB. ഇതിനെ വളച്ചൊടിച്ചാണ് നമുക്ക് എന്തുണ്ടാക്കേണ്ടത്? നമുക്കൊരു കോൺ ഉണ്ടാക്കേണ്ടത്. ഈ AB ആയിരിക്കും ഇതിൻ്റെ ബേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2π വലിയ R, ഇതെന്താണ് വലിയ R, 2πr ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഈസ് ഈക്വൽ ടു, ഇതാണ് ഈ AB ആണ് ഈ ഒരു ബേസിൻ്റെ എന്താണ് സർക്കംഫറൻസ്. അത് നമുക്ക് എന്താണ് 2π സ്മോൾ r ഇടുക, സ്മോൾ r. ഇതിൽ പൈ ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് എന്താണ്? 2 ഇൻറ്റു 12 ഇൻറ്റു 90 ഡിഗ്രി ബൈ 360 ഈസ് ഈക്വൽ ടു, സോറി പൈ ആണ് വിട്ടേണ്ടത്, ആറല്ല, 2r. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസൽ ചെയ്യാം. ഈ 90 കൊണ്ട് 360 കിട്ടിയ 4 കിട്ടും. ഈ 4 കൊണ്ട് 12 കിട്ടിയ 3 കിട്ടും. അപ്പോൾ നമ്മുടെ ചെറിയ r ബേസ് റേഡിയസ്, ഈ കോണിൻ്റെ ബേസ് റേഡിയസ് r ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 മാത്രമാണോ? 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എന്താണ് ചോദിക്കുന്നത്? x-1 എന്തിൻ്റെ ഫാക്ടറാണ്? പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ് എങ്കിൽ P(1) എന്താണ്? ഇവിടെ x-1 പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണെങ്കിൽ P(1) 0 ആയിരിക്കും. P(1) ഈക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1 - 1 ഈക്വൽ ടു 0. അപ്പോൾ x-1 ഫാക്ടറാണെങ്കിൽ P(1) എന്താണ്? 0 ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇവിടുത്തെ സെക്ഷൻ 7 to 10 ആണ്. ഇവിടെയും കിട്ടുന്നത് ഓരോ മാർക്ക് തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് tan x ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 30? എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ 30, 60, 45 ഈ ഒരു ഡിഗ്രിയൊക്കെ വരുന്ന ട്രയാങ്കിൾസ് വെച്ചിട്ടാണ്, റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് 1 ആണ്. ഇത് 60 ആണെങ്കിൽ ഓപ്പോസിറ്റ് √3 ആണ്. ഇത് 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് 2 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ tan 30 ആണ്. tan 30 ആണെങ്കിൽ എന്താണ്? tan ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റ് √3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1/√3 ആണ്. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 24 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻ റേഡിയസ് അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ, ഇൻ റേഡിയസ് എന്താണ്? 2 ആണ്. പെരിമീറ്റർ എന്താണ്? 24 ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഏരിയ ഇൻ റേഡിയസ് ബന്ധിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഇതെന്താണ്? ഇക്വേഷൻ എന്താണ്? R ഇൻറ്റു എസ്. എന്താണ് എസ്? എസ് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്രയാണ്? 24 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ റേഡിയസ് നമുക്കറിയാം
2 എസ് നമ്മൾ കണ്ടുപിടിച്ചു 12 2 ഇൻറ്റു 12 എത്ര കിട്ടും? 2 ഇൻറ്റു 12 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇൻ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇക്വേഷൻ മറക്കരുത്. എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് മറ്റേ പൈതഗോറിയൻ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ തന്നിരിക്കുന്ന എന്താ ലേറ്ററൽ ഫേസ്. ലേറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് എന്താണ്? ഒരു പിരമിഡിൻ്റെ സൈഡിലെ മുഖങ്ങളെയാണ് ലേറ്ററൽ ഫേസസ് എന്ന് പറയുന്നത്. ദ ലേറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ? എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വെച്ചിട്ടുള്ള, എല്ലാ സൈഡുകളും ഈക്വലായിട്ടുള്ള ത്രികോണങ്ങൾ, ട്രയാങ്കിൾസാണ് ഇക്വിലേറ്ററൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് വൺ ബേസ് എഡ്ജ് ഈസ് 20 സെൻറ്റിമീറ്റർ, വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ഇറ്റ്സ് സ്ലാൻഡഡ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്ലാൻഡഡ് ഹൈറ്റ്. സ്ലാൻഡഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിനൊരു പേര് കൊടുക്കാം. എ ആണ്, ബി ആണ്, സി ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഇക്വിലേറ്ററൽ ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, ഇതിനെന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇത് എത്ര കിട്ടും? 10. ഇവിടെ എത്ര കിട്ടും? 10. അപ്പം നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറ്റി ഇതിൻ്റെ ഹൈറ്റ് ഇത് നമുക്കെങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് ഇതിൻ്റെ ഹൈപ്പോട്ടിനസ് 20 ആണ്. അപ്പോൾ 20 സ്ക്വയർ മൈനസ് എന്തിൻ്റെ സ്ക്വയർ? ബേസിൻ്റെ സ്ക്വയർ എത്രയാണ്? 10ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? റൂട്ട് ഓഫ് 20ൻ്റെ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ 400 ആണ്. 100ൻ്റെ സ്ക്വയർ അല്ല 10ൻ്റെ സ്ക്വയർ 100 ആണ്. അപ്പോൾ എത്ര കിട്ടും? റൂട്ട് 300 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 3 എന്നെഴുതാം അല്ലേ. അപ്പോൾ 100ന് റൂട്ടുണ്ട്, പക്ഷേ 3ക്ക് റൂട്ടില്ല. അപ്പോൾ റൂട്ടുള്ളത് 100ൻ്റെ റൂട്ട് എത്രയാണ് മക്കളെ? 10 ആണ്. ഇനി എന്താണ്? റൂട്ടില്ലാത്ത സംഖ്യ റൂട്ടിനകത്തിടുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 10 റൂട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിലുണ്ട് 10 റൂട്ട് 3 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ എന്താണ് ഇതെന്താണ്? മറ്റേ നമ്മുടെ ഇക്വേഷൻ കോർഡിനേറ്റ് ജോമെട്രി ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x + y ഈസ് ഈക്വൽ ടു 5 ഇഫ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ ഈസ് 2. വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ്? ഇവിടെ എന്താണ്? ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ എടുത്തെഴുതുക. എന്താണ്? 2x + y = 5. ഇനി അടുത്ത് എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വൈ കോർഡിനേറ്റ് കാണണം. എക്സ് കോർഡിനേറ്റ് തന്നെങ്കിൽ എക്സിനെല്ലാം വാല്യൂ എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് എത്രയാണ്? 2 ആണ്. വൈ നമുക്കില്ല, അപ്പോൾ വൈ തന്നെയാണ്, = 5 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. 4 + y = 5 ആണ്. ഇവിടെ നിന്ന് വൈ കിട്ടാൻ ഇവിടെ നിന്ന് ആരെ മാറ്റണം? 4നെ മാറ്റണം. ഇത് എന്ത് 4 ആണ്? +4 ആണ്. ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഇടുക. അപ്പോൾ എത്ര കിട്ടും? 5 - 4 1 ആണ്. അപ്പോൾ നമ്മുടെ വൈ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അങ്ങനെ ഒന്നുമില്ല, 1 ആണ്. 1 ആണ്. അപ്പോൾ നമ്മുടെ ഈ 2 സെക്ഷനും നമ്മളിവിടെ പൂർത്തീകരിച്ചു. അപ്പോൾ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.